അങ്ങനെ ഒട്ടനവധി ട്വിസ്റ്റും ടേണുകളൊക്കെ ആയിട്ട് ബിഗ് ബോസ് സീസൺ 7 14-ാം എപ്പിസോഡ് ഇന്ന് എയർ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ലാലേട്ടൻ വന്നു, സാറ്റർഡേ എപ്പിസോഡായിരുന്നു. അപ്പോൾ പതിവ് തെറ്റിക്കാതെ ഇന്നും അനീഷ് വഴക്കിലാണ് തുടങ്ങിയത്. അതായത് അനീഷും ഷാനവാസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. അനീഷ് കഴുത എന്ന് ഷാനവാസിനെ വിളിച്ചു. അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ വൃത്തികേടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഒരു ഡെയിലി പതിവായിട്ടുണ്ട്. പണ്ട് ബിഗ് ബോസിൽ പാട്ടിട്ടിട്ടായിരുന്നു തുടങ്ങാറ്. അതുപോലെ ആയിട്ടുണ്ട് ഇപ്പോൾ അനീഷിൻ്റെ ആരെങ്കിലും ആയിട്ട് അടിയായിട്ടായിരിക്കും ഒരു എപ്പിസോഡ് തുടങ്ങുന്നത്. ആ ഒരു ഫോർമാറ്റിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ അഭിലാഷ് നമ്മുടെ അനുമോളും ജിസലും തമ്മിൽ എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ടായിരുന്നു. അത് ജിസൽ ഓക്കെ ആയിരുന്നു ആ ഒരു കോംപ്രമൈസിന്. പക്ഷേ അനുമോള് ഒരിക്കലും എന്താ പറയുക കോംപ്രമൈസിന് താല്പര്യമില്ല എന്ന് ഉറച്ച് പറയുന്ന ഒരു രീതിയിലേക്ക് ആണ് എത്തിയിരിക്കുന്നത്. അതായത് ഇന്നത്തെ എപ്പിസോഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ അതിനെ കൊണ്ടൊക്കെ മെയിനായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്. അതാണ് ഇന്ന് നടന്ന ഒട്ടുമിക്ക എന്താ പറയുക മെയിൻ ഒരു സംഭവം. ഇനി ഈ ഒരു പ്രശ്നത്തെ ചുറ്റിപ്പറ്റി എന്തായാലും അടുത്ത ആഴ്ച അടി ഉണ്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് ഒരാഴ്ചയായിട്ട് തുടങ്ങിയ തൊട്ടിട്ട് ഈ മേക്കപ്പ് പ്രൊഡക്ട്സിൻ്റെ സംഭവം പറഞ്ഞിട്ടുള്ള കച്ചറയായിരുന്നു ഈ ഹൗസിൽ. അതായത് അമ്മാതിരി വെറുപ്പിക്കൽ. ഇന്നത്തോട് കൂടിയെങ്കിലും ഇതൊന്ന് തീർന്ന് കിട്ടിയാൽ മതി എന്നേ ആസ് എ പ്രേക്ഷകൻ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളൂ. അപ്പോൾ അനുമോള് കഴിഞ്ഞ ആഴ്ച കാണിച്ചു വെച്ച പ്രശ്നങ്ങൾ നമുക്കറിയാം. ജിസലിൻ്റെ മേക്കപ്പിൻ്റെ സംഭവം പിന്നിലേക്ക് ഇങ്ങനെ പോയി ഒരു CID പോലെ തന്നെ ഒരു സ്പൈനെ പോലെ തന്നെ നോക്കി പലതും കണ്ടുപിടിച്ച് അതിന് പക്ഷേ ലാലേട്ടൻ അപ്രീഷിയേറ്റ് ചെയ്യാണ് ചെയ്തത്. പക്ഷേ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ അത് വലിയൊരു ചൊറിച്ചലുമാണ്. അത് വിട്ട് കളയേണ്ടതേ ഉണ്ടായിരുന്നുള്ളൂ. ഇവരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് ജിസൽ പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ പക്ഷേ ഇന്നത്തെ ലാലേട്ടൻ്റെ ചോദ്യം ചെയ്യലിൽ ഒരു കാര്യം സംഭവിച്ചിരിക്കുകയാണ്. അതായത് അനുമോളും ജിസലും തമ്മിൽ ഇനി ഒരിക്കലും ആ ഹൗസിൽ ഒന്നിക്കാൻ പോകുന്നില്ല. അമ്മാതിരി രീതിയിൽ ഇവർ രണ്ടാളെയും ഈഗോ ഹർട്ടായിട്ടുണ്ട്. എസ്പെഷ്യലി അനുമോള് ജീവിതത്തിൽ ഇനി ജിസലുമായിട്ട് ഒത്തുചേരാൻ പോകുന്നില്ല. കാരണം ഇന്ന് നെക്സ്റ്റ് വീക്ക് ക്യാപ്റ്റൻസി സ്റ്റാർ പെർഫോമർ ആരായിരുന്നു കഴിഞ്ഞ വീക്കിൽ നിന്ന് ബിഗ് ബോസ് ഹൗസിൽ ചോദിക്കുകയും അവരെല്ലാവരും ഹൗസ് മേറ്റ്സ് ഏറ്റവും കൂടുതൽ വോട്ട് നൽകി വിജയിപ്പിച്ചത് ജിസലിനെയാണ്. ജിസൽ ഒരു നല്ല പേഴ്സണാലിറ്റിക്ക് ഉടമയാണ്. ജിസലിന് എല്ലാവരെയും പോലെ ചെറിയ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ട്. പക്ഷേ ആഫ്റ്റർ ഓൾ ഷീസ് എ ഗുഡ് പേഴ്സൺ എന്ന് അക്ബറും അതുപോലെ തന്നെ ഒട്ടനവധി ആൾക്കാർ ഏറ്റവും കൂടുതൽ സ്റ്റാർ പോയിൻറ്റ്സ് കിട്ടിയത് ജിസലിനാണ്. അതുപോലെ തന്നെ ഈ രേണു എന്നൊക്കെ പറഞ്ഞ വ്യക്തികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവരൊന്നും ഈ ഹൗസിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പോലും അറിയാത്ത ഒരു ലെവലിലോട്ടേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ബിഗ് ബോസ് ശ്രമിച്ച വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനീഷ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി അറിയാം. നെഗറ്റിവിറ്റിയുടെ പീക്കിൽ തുടങ്ങി. ഞാൻ തന്നെ പറഞ്ഞു ചൊറിയമ്പുഴു വെറുപ്പിക്കൽ ഇങ്ങനെയൊക്കെ തുടങ്ങി അവസാന ആൾക്കാരുടെ ഇടയിലേക്ക് ചെറിയ രീതിയിലുള്ള ഇഷ്ടവും വാങ്ങിച്ച് തുടങ്ങിയിട്ടുണ്ട് അനീഷ് എന്നുള്ള കാര്യം സത്യമാണ്. ആ ഗെയിം പ്ലേ ഒന്ന് ചേഞ്ച് ആക്കാനും വേറെയുള്ള ചില പ്ലെയേഴ്സിന് മുന്നിലോട്ടേക്ക് വരാൻ അവസരം ഉണ്ടാക്കി കൊടുക്കാനും ബിഗ് ബോസ് സ്മാർട്ടായിട്ടുള്ള പ്ലേ ഇന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു. അനീഷിനെ കുറച്ച് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു. ഈ ഗെയിം മാറ്റിയ എന്തെങ്കിലും സ്ട്രാറ്റജി ആണോ, അല്ലെങ്കിൽ ഇതൊന്ന് മാറ്റി പിടിച്ചു നോക്കൂ. അങ്ങനെ ആപ്പാനി ശരത്തിൻ്റെ അടുത്തും കുറേ ചോദിക്കുന്നുണ്ടായിരുന്നു. ആപ്പാനിക്ക് ഒരു നല്ലൊരു ക്ലൂ ആണ് ഇന്ന് ബിഗ് ബോസ് കൊടുത്തത്. അതായത് ഇങ്ങനെയൊക്കെ പോയി ഒച്ച ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, അതുകൊണ്ടൊന്ന് മാറ്റിപ്പിടിക്കുമോ, ഷാനവാസിനെ ഉദാഹരണമായിട്ട് എടുക്കൂ എന്നൊക്കെ പറയണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇന്ന് നടന്ന മെയിൻ സംഭവങ്ങൾ. അതിൻ്റെ ഇടയിൽ ഇന്ന് ഗോൾഡൻ കപ്പ് നേടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ RJ ബിൻസി ഔട്ടായിരിക്കുകയാണ് ഹൗസിൽ നിന്നും. RJ ബിൻസിനെക്കാട്ടും വേസ്റ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് അവിടെ ഉണ്ട്. ഈ ഓനിയിലും മറ്റേ നമ്മുടെ ഹോട്ട് സീറ്റ് ഇൻ്റർവ്യൂറിനൊക്കെ എന്തിനാണ് തിരിച്ചു കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല. RJ ബിൻസിക്കൊക്കെ കുറച്ച് പൊട്ടൻഷ്യലായിട്ട് ഇട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഔട്ടായി. എന്തായാലും ഔട്ടാവേണ്ടത് തന്നെയാണ് ഇന്നോ നാളെയോ. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് അതിനെക്കൊണ്ട് നമ്മൾ ചർച്ച ചെയ്തിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നടന്ന സംഭവം. നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കൊണ്ട് തോന്നുന്നത്? ഈ എവിക്ഷൻ ജെന്യുവിൻ ആണോ, അല്ലെങ്കിൽ എന്താ പറയുക അത് കൃത്യമായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ അൺഫെയർ ആയിട്ടാണോ തോന്നുന്നത്? കമൻറ്റ് ഡൗൺ ബിലോ. നമുക്ക് അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. വിൽ കം വിത്ത് അനദർ വീഡിയോ ടുമാറോ. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഗൈസ്.